പോപ്കോൺ ചമച്ച് ശബ്ദമുണ്ടാക്കി സമാധാനത്തിൽ സിനിമ ആസ്വദിക്കുന്ന മറ്റുള്ളവരെ ദയവ് ചെയ്ത് വെറുപ്പിക്കരുത്. 1893 അമേരിക്കയിൽ നടന്ന വേൾഡ്സ് ഫെയറിൽ ചാൾസ് ക്രീറ്റേഴ്സ് എന്ന ആൾ പോപ്കോൺ ഉണ്ടാക്കി മസാലയിൽ മുക്കി വിൽക്കാൻ കഴിയുന്ന ചക്രം ഘടിപ്പിച്ച ഒരു പോപ്കോൺ മെഷീൻ അവതരിപ്പിച്ചു. ഇത് പോപ്കോണിൻ്റെ തലവര മാറ്റി. അതിനുശേഷം നിരവധി പേർ ഇത്തരം വണ്ടികളുമായി അമേരിക്കയുടെ തെരുവുകളിൽ പോപ്കോൺ വിൽപ്പന ആരംഭിച്ചു. എന്നാൽ അന്നത്തെ സിനിമാ തിയേറ്ററുകളിൽ മാത്രം പോപ്കോണിനെ അടുപ്പിച്ചിരുന്നില്ല. അന്ന് സിനിമാ തിയേറ്ററുകൾ ലക്ഷറിയുടെയും സമൂഹത്തിലെ ഉയർന്ന ടീമുകളുടെ ഏരിയ ആയുമാണ് തിയേറ്ററിൻ്റെ ഉടമകൾ കണ്ടിരുന്നത്. അന്ന് സിനിമകൾക്ക് ശബ്ദമില്ലായിരുന്നു, പകരം എഴുതിയായിരുന്നു കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തും വായനയും ഒക്കെ അറിയാവുന്ന സമൂഹത്തിലെ മേലെ തട്ടിലുള്ളവരുടെ ആസ്വാദനമായിരുന്നു സിനിമ. പോപ്കോൺ ആണെങ്കിൽ ചെറിയ വിലയിൽ കിട്ടുന്ന പാവങ്ങളുടെ ഭക്ഷണവും. ഈ വില കുറഞ്ഞ സാധനം തിയേറ്ററിലെ വിലപിടിപ്പുള്ള ഫ്ലോറൊക്കെ വൃത്തികേടാക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് അടുപ്പിക്കണ്ട എന്നതായിരുന്നു തിയേറ്റർ ഉടമകളുടെ നിലപാട്. എന്നാൽ 1929 രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക മാന്ദ്യം ആരംഭിച്ചു. ഒപ്പം സിനിമകൾക്ക് ശബ്ദവും വന്നു. സിനിമകൾക്ക് ശബ്ദം വന്നതോടുകൂടി ആർക്കും ആസ്വദിക്കാവുന്ന വിനോദമായി സിനിമ മാറി. അങ്ങനെ എല്ലാ സാധാരണക്കാരും തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി. തിയേറ്ററിൽ സിനിമ ആസ്വദിക്കുന്നതിനോടൊപ്പം അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമായിരുന്നു. സാമ്പത്തിക മാന്ദ്യം കാരണം എന്തും കഴിക്കാനുള്ള അവസ്ഥ അന്നുണ്ടായിരുന്നില്ല. പോപ്കോൺ ആണെങ്കിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ അവർ പോപ്കോണും സിനിമയും ആസ്വദിക്കാൻ ആരംഭിച്ചു. ആദ്യം തിയേറ്റർ കോമ്പൗണ്ടിലേക്ക് പോപ്കോൺ വണ്ടി കടത്തിവിട്ടിരുന്നില്ല. എന്നാൽ ജനങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ തിയേറ്റർ ഉടമകൾ അവരുടെ തീരുമാനം മാറ്റി. തിയേറ്റർ കോമ്പൗണ്ടിൽ പോപ്കോൺ വിൽപ്പന പൊടിപൊടിച്ചു. തങ്ങൾക്ക് സിനിമയിൽ നിന്നും കിട്ടുന്ന ലാഭത്തേക്കാൾ പോപ്കോൺ വിൽപ്പനക്കാർ പോപ്കോൺ വിൽപ്പനയിലൂടെ ഉണ്ടാക്കുന്നു എന്ന സത്യം തിയേറ്റർ ഉടമകളെ ആശങ്കപ്പെടുത്തി. അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു. പോപ്കോൺ ഇനി മുതൽ തിയേറ്ററിനുള്ളിൽ തന്നെ വിൽക്കും. അങ്ങനെ തിയേറ്ററുകളിലെ പോപ്കോൺ വിൽപ്പന ആരംഭിക്കുന്നു. പോപ്കോൺ വിൽപ്പനയിലെ ലാഭം കൂടി തിയേറ്റർ ഉടമകൾക്ക് തന്നെ ലഭിച്ചു തുടങ്ങും. ചെറിയ ചിലവിൽ നിർമ്മിക്കാൻ കഴിയുന്ന പോപ്കോൺ 10 ഇരട്ടി വിലയിൽ വിറ്റ് തിയേറ്റർ ഉടമകൾ അവരുടെ മൊത്തം തിയേറ്റർ ലാഭത്തിൻ്റെ 40% പോപ്കോണിൽ നിന്നും ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രീതി ലോകമെമ്പാടും വ്യാപിച്ചു. എന്തുതന്നെയായാലും പോപ്കോൺ തിന്നുകൊണ്ട് സിനിമ കണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ്.